വറുതിയുടെ ദുരിതകാലത്തിന് ശേഷം പ്രതീക്ഷയുടെ യാനങ്ങളുമായി മത്സ്യത്തൊഴിലാളികൾ വീണ്ടും കടലിലേക്ക്. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ അവസാനിക്കും. ചാകരക്കോള് തേടിയുള്ള യാത്രയിലേക്കാണ് ഇനി മത്സ്യത്തൊഴിലാളികൾ പോകുക. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രി അവസാനിക്കും. വാനോളം പ്രതീക്ഷയിൽ ജില്ലയിലെ 1000-ഓളം യാനങ്ങൾ ചാകരക്കോള് കൊയ്യാൻ കടലിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. കരിക്കാടി, കഴന്തൻ ചെമ്മീൻ, ഓണക്കണവ, ഒട്ടുകണവ, പേക്കണവ, കിളിമീൻ, ഉലുവ, കണ്ണനൈല തുടങ്ങിയവ കാര്യമായി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മികച്ച രീതിയിൽ മീൻ ലഭിച്ചിരുന്നു. അതുകൊണ്ട് ചാകര കിട്ടുമെന്നും തൊഴിലാളികൾ കരുതുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബോട്ടുകൾ നീണ്ടകര പാലത്തിന് സമീപത്തേക്ക് എത്തിക്കും. പാലത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങല അഴിച്ചുമാറ്റി രാത്രി 12-ന് ശേഷം ബോട്ടുകൾ കടലിലേക്ക് പുറപ്പെടും. മത്സ്യത്തൊഴിലാളികളിൽ പകുതിയിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. കടലിൽ പോകുന്നവരും ഹാർബറുകളിൽ അനുബന്ധ ജോലി ചെയ്യുന്നവരും ഐസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. ട്രോളിംഗ് നിരോധനം ആരംഭിച്ചപ്പോൾ ഇവർ നാട്ടിലേക്ക് പോയിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 80% പേരും തിരികെ എത്തി. മറ്റുള്ളവർ വെള്ളി, ശനി ദിവസങ്ങളിലായി മടങ്ങിയെത്തുമെന്നും കരുതുന്നു. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിന് പിന്നാലെ ഹാർബറുകളും പരിസരവും കേന്ദ്രീകരിച്ചുള്ള വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തനം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.